ഹലോ എവ്രി വൺ, വാട്സാപ്പ് എന്തൊക്കെയുണ്ട്? Uh, അപ്പം ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഇപ്പം നടക്കുന്ന ഒരു എക്സ്ട്രാ കോൺട്രവേഴ്സി ആണ് ഓൾ ഓഫ് ദാറ്റ്. ആൻഡ് ഓണസ്റ്റ്ലി ഞാൻ ഇങ്ങനത്തെ പരിപാടിയിൽ വന്ന് ലൈക്ക് 10 പൈസയ്ക്ക് അഭിപ്രായം പറയാത്ത ആളാണ്. എനിക്ക് ബിക്കോസ് ഇങ്ങനത്തെ ഡ്രെയിനേജ് വന്ന് കൈയിടാൻ ഒരു താല്പര്യമില്ല. പക്ഷെ എന്നോട് ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, ബിക്കോസ് ഞാൻ ആ ഷോയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു എന്നുള്ള രീതിയിൽ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ആസ്കിങ് മീ. ഐ തിങ്ക് എൻ്റെ ഉള്ളിലും ചില കാര്യങ്ങൾ പറയണം എന്നുള്ളൊരു ഫീലിംഗ് എവിടെയോ എനിക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഫസ്റ്റ്ലി അഖിൽ ബ്രോ പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പം മെയിൻലി ഇതിൻ്റെ ഏറ്റവും മെയിൻ ഒരു പരിപാടി ആവുന്നത് ഇപ്പം ഈ പറയുന്ന പോലെ ഇങ്ങനെ ലേഡീസിനെ, അതാണ് ഏറ്റവും മെയിൻ ആയിട്ട്. ബിക്കോസ് ബാക്കി എല്ലാം ഇതിന് വരുന്നൊരു സബ് ഒരു ഇതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും മെയിൻ ഏറ്റവും ഇതായിട്ട് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ ലേഡീസിനെ സെക്ഷൽ ഫേവേഴ്സിനോ എന്നുള്ള രീതിയിലോ അല്ല അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബ്രോ എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല, എനിക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ 100% അത് തെറ്റാണ്. ആൻഡ് ഓൺലി ദ ഫാക്ട് ഇസ് ദാറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രൂഫോടെ ഒന്ന് പറയാൻ നമ്മൾ ശ്രമിക്കണം. ബിക്കോസ് ഈ ഷോ ഇതിനു മുമ്പും ഇപ്പോഴും ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരെയും ആൾക്കാർ ഈ ലൈറ്റിൽ കാണും, മനസ്സിലായില്ലേ? അപ്പം അത് എനിക്ക് ന്യായപരമായിട്ട് എനിക്ക് തോന്നിയില്ല. അവരങ്ങനെ ഇതുണ്ടെങ്കിൽ അത് 100% തെറ്റാണ്. ബട്ട് പ്ലീസ് ബിഫോർ യു സേ സംതിങ്, പ്ലീസ് ഹാവ് സം കൈൻഡ് ഓഫ് പ്രൂഫ്, എസ്പെഷ്യലി വെൻ യു സേ സംതിങ് ദിസ് സിവിയർ എന്നാണ് എനിക്ക് പറയാറുള്ളത്. അപ്പം പിന്നെ വരുന്ന ഫാക്ടറാണ് എന്താണ് ഷോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്രോ എനിക്കറിയത്തില്ല ഷോ ആരാ സപ്പോർട്ട് ചെയ്യുന്നു. ബ്രോ എനിക്ക് ഷോ അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കാണാറില്ല, എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. സീസൺ 5 ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യനെറ്റ് എനിക്കറിയത്തില്ല ബ്രോ, പക്ഷെ ഇവർ 2 പേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാകുന്നത്, വിച്ച് ഇസ് ബിഗ് ബോസ്. ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്ന, ഏറ്റവും കൂടുതൽ എന്താണ് പറയുക, ബാക്കിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അഖിൽ മാരാർ. 101%. അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു ഇത് പിന്നെ ഇവനങ്ങനെ ബ്രോ ഓപ്പണായിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം അവിടെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒരാൾ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു. അപ്പം തന്നെ മറ്റേ ആൾ ഫ്ലിപ്പായിട്ട് മറ്റേ ആൾ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫൈനലി ഇയാൾ ക്ഷമിച്ചു. എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ തീർത്തു. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പം അത് ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കിടക്കുന്നത്. അപ്പം ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനോ ഇത് ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട്. ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ് അയാളുടെ കൺമുന്നിൽ അയാൾ കാണുന്നത്. അപ്പോൾ അയാൾ റിയാക്ട് ചെയ്തു. അപ്പോൾ അയാൾ ഇത്രയായിട്ട് ഷോ ഒക്കെ ഫോളോ ചെയ്യുന്ന ആളല്ല. അപ്പോൾ അയാൾ വെറുതെ ഇപ്പം ഒരു വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും ഒരു സാധനം ചെയ്യുന്നതിന് പുള്ളി കയറി അല്ല ഇങ്ങനെ ചെയ്യൂ, അല്ല ഇതൊരു ഇഷ്യൂ ആക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. പുള്ളി അവിടെ അന്നൊരു പുഷോ അല്ലെ ഒരു ഷോൾഡർ ഇതായിട്ടൊരു നടന്നിട്ടുണ്ടെങ്കിൽ അത് അത്യാവശ്യം സ്ട്രെങ്ത്തോടെ നടന്നൊരു കാര്യം. ഇവിടെ ഞാനത് വന്ന് ലേറ്റർ ചാനലിൽ അല്ല ഇതിൽ കാണാനിടയായി. അപ്പോൾ അതിൻ്റെ ബാക്ക് ഷോട്ട് വെച്ച് വളരെ ലൈറ്റായിട്ട് എന്തോ ഒരു സംഭവം സംഭവിച്ച പോലെയാണ് അത് കാണിച്ചേക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ പാടെ എല്ലാവരും പുള്ളിനെ വന്ന് പിടിക്കുന്നുണ്ട്, ഇങ്ങനെ ചെയ്യരുതെന്നും പറഞ്ഞ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെഫിനറ്റ്ലി അതൊരു ഹാർഷായിട്ട് പുള്ളി ചെയ്തൊരു കാര്യം തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് അവിടെ നിന്നൊരാൾ നേരത്തെ ഈ പറയുന്ന ഈ ഷോ ഇത്രയും കണ്ട് ഇത്രയധികം ആൾക്കാർ മറ്റേ ഈ ഷോയിൽ ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ അത് കണ്ട് പുള്ളിക്ക് സംഭവിച്ചൊരു പരിപാടിയാണെന്നും പറഞ്ഞ് പുള്ളി ഭയങ്കരമായിട്ട് അവിടെ മറ്റേ രോക്ഷമായി സംസാരിച്ച് പുള്ളി അവിടെ നിന്ന് ഇതൊക്കെ ചെയ്ത് പിന്നെ പോയി. അപ്പം ഞാൻ അതിൻ്റെ ഇതിലോട്ട് പോകുന്നില്ല. പക്ഷേ ഈ വിഷയം ഇത് ക്ഷമിച്ചതാണോ അല്ല ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇവിടുന്ന് ഇതൊരു ഇഷ്യൂ ആക്കുമെന്ന് പറഞ്ഞ് എന്ന് വെച്ചാൽ മറ്റേ വ്യക്തി ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ച് വന്നപ്പം അവിടെ നിന്ന് എല്ലാവരും പുള്ളിനെ കളിയാക്കി. എല്ലാവരും പറഞ്ഞു നീ എന്താണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ എന്താണ് നീ പറഞ്ഞു എന്തായാലും ഞാൻ ഇതിങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഇവരെന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പിലാണ് പുള്ളി പോയത്. പക്ഷേ ഫൈനലി പുള്ളീനെ പുള്ളി ക്ഷമിച്ചതാണോ അല്ലെ പുള്ളീനെ ഫോഴ്സ്ഫുള്ളി ക്ഷമിപ്പിച്ചതാണോ അത് പുള്ളി അവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉള്ള എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയുകയും ചെയ്യാം. അപ്പം ഞാനതിൽ കൂടുതൽ ഡിഗിൻ ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ അത് പുള്ളിയുടെ പെർസ്പെക്റ്റീവാണ്. അല്ല മറ്റുള്ളവർ ഇങ്ങനെ വന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ
ഓപ്പണായിട്ട് ഞാൻ വന്ന് പറയുന്നത്. പിന്നെ വേറൊരു വ്യക്തി ഈ പറയുന്ന പോലെ വേറൊരു വ്യക്തിക്കെതിരെ അഖിൽ ബ്രോ ഇങ്ങനെ പറഞ്ഞായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, സൂചിപ്പിച്ചാണ് ബിസിനസ് നടത്തുന്നത് എന്നുള്ള രീതിയിൽ. അഖിൽ ബ്രോന് ഈ ലേഡീനെ പുറത്ത് അറിയത്ത് പോലുമില്ല ഇവർ ആരാണെന്ന്. അല്ല ഇവരുടെ കാര്യം ചെയ്ത് ഇവർ പോകുന്നു. അപ്പം ജസ്റ്റ് വന്നങ്ങ് ജഡ്ജ് ചെയ്താണ്, നിങ്ങൾ സൂചിപ്പിച്ചാണ് നിങ്ങളുടെ കാര്യങ്ങൾ നേടുന്നതല്ല നടത്തുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അല്ല ഇപ്പം പറയുന്ന ഒരു മധു എന്ന് പറയുന്ന ആ ഒരു വിഷു ബ്രോ, ഞാൻ ഈ പഴയ കാര്യങ്ങളൊന്നും പോയിട്ട് ഞാൻ ഇത് ചെയ്തിട്ട് ഇത് തെറ്റാണ് അങ്ങനെ ഒന്നും പറയാൻ ഞാൻ നോക്കുന്നതല്ല. മനസ്സിലായില്ലേ? ടുഡേ ദിസ് ഈസ് എൻ ഇഷ്യൂ ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു ക്ലിയർ വാട്ട് ഐ ഹാവ് ടു സേ. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂവിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇത്രയും പുള്ളിക്കാരി അത്രയും ദേഷ്യവും അത്രയും ഇതുണ്ടായിരുന്നു. ഇത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പുള്ളിക്കാരത്തി വന്ന് ക്ഷമിക്കണം ഈ ഒരു കാര്യം. അപ്പോൾ അതും ക്ഷമിച്ചതാണോ അല്ലെ ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ എനിക്കറിയില്ല, ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഇൻ എ ലോട്ട് ഓഫ് വേസ് മൈ ഫ്രണ്ട്, ഇൻ എ ലോട്ട് ഓഫ് വേസ് കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, ചാനലാണോ ഇതാണോ ഒരുമിച്ച് വരുന്ന ഷോ ആണ് ബിഗ് ബോസ്. ആ ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തേക്കുന്ന ആൾ അഖിൽ ബ്രോ ആണ്. അൺഡൗട്ടഡ്ലി അഖിൽ ബ്രോ ആണ്. പിന്നെ അഖിൽ ബ്രോ പറഞ്ഞ കാര്യമാണ് മറ്റേ എന്താണ്, ഫസ്റ്റ് സീസണിൽ ആദ്യത്തെ സീസണിൽ ഈ പറയുന്ന പോലെ ഇന്ന ആളായിരുന്നു, ഈ ലേഡി ആയിരുന്നു ചാനലിന്, ഈ ലേഡി ജയിക്കണം എന്നായിരുന്നു. പക്ഷേ ഇന്ന ആൾക്ക് അത് അവസാനം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നുപോയി. ലാസ്റ്റ് മിനിറ്റിൽ വോട്ട് ഇങ്ങനെ ആയപ്പം പുള്ളിക്ക് അവർ അങ്ങ് കൊടുത്തില്ലേ. ഇപ്പം കൊടുക്കാതിരിക്കുവാണെങ്കിൽ നമുക്ക് പറയാം, അതെ എല്ലാവരും മെജോറിറ്റി തീരുമാനിച്ച ഒരാളെ ചാനലോ അല്ലെ ഈ ഷോയുടെ ആൾക്കാർ അവർക്ക് ആ സ്ഥാനം, ആ ട്രോഫി കൊടുത്തില്ലെന്ന്. പക്ഷെ കൊടുത്തില്ലേ? അപ്പം എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ പറയുന്ന എൻറ്റയർ വിങ് ഓഫ് ബിഗ് ബോസ്, ഈ പറയുന്ന എല്ലാ സീസൺസിലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ജയിച്ചേക്കുന്നത് നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് ഭൂരിപക്ഷത്തോടെ നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട ആൾ തന്നെയാണ്. ഇപ്പം ഒരു സീസണിൽ ഈ പറയുന്ന പോലെ എല്ലാവരും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഈ പറയുന്ന പോലെ പുള്ളി മറ്റേ കണ്ണിൽ മറ്റേതോ മുളക് വെച്ച് എന്ന് പറയുന്ന ബ്രോ, അത് തെറ്റാണ് ബ്രോ, അത് തെറ്റാണ്. അപ്പം ഞാൻ പുള്ളിനെ ഡയറക്റ്റ്ലി ഒരു ദിവസമെങ്കിലും എനിക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. മച്ചാനൊരു പീസ്ഫുൾ മച്ചാനാണ്. പക്ഷെ ആ സമയത്ത് പുള്ളി അങ്ങനെ ചെയ്തു. അത് ഇമോഷണലി നമ്മൾ ആ സമയത്ത് കാണുമ്പോൾ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നത്തുള്ളൂ. ബിക്കോസ് ഈ ഷോ നമ്മൾ കാണുമ്പം നമ്മൾ ഭയങ്കര ഇമോഷണൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ല? ഈ ഷോ നമ്മുടെ ഇമോഷൻസിനെ ട്രിഗർ ചെയ്യും. നമുക്ക് എല്ലാ പ്രാവശ്യവും ഇതുണ്ട്, ഒരു സെഗ്മെന്റ് വരുമ്പോൾ ചാനലിനെതിരെ എല്ലാവരും. അത് ഇപ്പം ഞാനീ പറഞ്ഞ ഈ മുളക് വെച്ച ഈ ഒരു ഇഷ്യൂലുണ്ടായിരുന്നു. ഫോർത്ത് സീസണിലും എല്ലാവരും ചാനലിനെതിരെ എല്ലാവരും കൊല്ലണമെന്നും പറഞ്ഞ് നമ്മളെ ഇമോഷൻ ട്രിഗർ ചെയ്യുന്ന ഒരു ഷോ ആണ് ബ്രോ ഇത്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിലാണ് പുള്ളീനെ അവിടെ നിന്ന് അവർ ഇത് ചെയ്തത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പുള്ളി പോകേണ്ടി വന്നത്. ഫോർത്ത് സീസണിലാണെങ്കിലും ഈ പറയുന്ന പോലെ മറ്റേ വ്യക്തി ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റീസണിലാണ് പുള്ളീനെ പുറത്താക്കിയത്. ആൻഡ് സി ബ്രോ, എനിക്ക് തോന്നുന്നില്ല ചാനലിനെ സംബന്ധിച്ചോ അല്ലെ ഷോയിനെ സംബന്ധിച്ചോ അവർക്ക് ഇങ്ങനെ ഒരാളെ പുറത്താക്കണം. എന്തിനു പുറത്താക്കണം ബ്രോ? മനസ്സിലായില്ലേ? ഇവരെ സംബന്ധിച്ച് ഇവരെല്ലാം ബിസിനസ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്തിനാണ് ഇവരെ പുറത്താക്കുന്നത്? പക്ഷേ അവിടെ നേരെ മറിച്ച് സംഭവിച്ചത്, ഇയാളുടെ ഓപ്പോസിറ്റ് നിന്ന ആൾ അല്ലെ, ഇയാൾ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്ന് പറയുന്ന ആൾ വളരെ ശക്തമായിട്ട് എതിർത്ത് നിന്നു. അയാൾ പറഞ്ഞു പറ്റത്തില്ല, ഇയാൾ പോയേ പറ്റൂ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ബ്രേക്ക് കൊടുത്തിട്ട് അതിനിടയ്ക്ക് വേറെ ആരൊക്കെ ഇറങ്ങിപ്പോകും. അങ്ങനെ ഭയങ്കര നാടകീയമായ കുറേ രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. സോ ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വേർ ഇവർക്കൊരു ഓപ്ഷൻ ഇല്ല. സോ അത് കാരണമാണ് അയാളെ പറഞ്ഞു വിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കുമ്പം എല്ലാ പക്ഷത്തും ശ്രീ അഖിൽമാരാർ ഉൾപ്പെടെ ഈ ഷോയിൽ കോൺസ്റ്റന്റ്ലി വിന്നർ അയക്കുന്നത് എന്നും ജനം ഭൂരിപക്ഷത്തോടെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ബ്രോ, ഭൂരിപക്ഷത്തോടെ. അപ്പം ഇപ്പം വന്ന് അങ്ങനെ ഫ്ലിപ്പ് അടിക്കുന്ന ഐ ഡോണ്ട് നോ. പിന്നെ സെക്കൻഡ്ലി റെമ്യൂണറേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം അഖിൽ ബ്രോ പറഞ്ഞു, ഞാൻ ഒരു ഡയറക്ടറാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെ എൻ്റെ ഒരു ഇതിൽ എന്നെക്കാളും 3 ഇരട്ടിയാണ് പലർക്കും അവിടെ ഇങ്ങനെ കിട്ടുന്നത്. ബ്രോ ഇതെങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് നിങ്ങൾ? ഒരാളുടെ ഫെയിം, എൻ്റെ ഫെയിം ഇത്രയാണ്, അല്ലെ എന്നെ ഇത്ര ആൾക്കാർക്ക് ഇങ്ങനെ അറിയാം, അവരെ ഇങ്ങനെ അറിയാമെന്ന് എങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്യുന്നത് ബ്രോ? ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളുടെ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് അഖിൽ മാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അറിയുന്നത് അയാൾ ചെയ്ത സിനിമയോ അതൊന്നും അല്ല ബ്രോ. എനിക്ക് നിങ്ങൾ അറിയുന്നത് ഇങ്ങനെ ഈ പറയുന്ന പോലെ മറ്റേ കാര്യങ്ങളോ നിങ്ങൾ അഭിപ്രായം പറയാം, ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാം, ഇതാണ്. അപ്പം സോ അത് നിങ്ങൾ ഐ എം നോട്ട് ബ്രോ, ഞാനൊന്നും ക്ലെയിം ചെയ്യുന്നത് നിങ്ങളെ പടം ഇങ്ങനെയാണോ അങ്ങനെയൊന്നുമല്ല ബ്രോ. ഞാൻ പറയുന്നത് നിങ്ങളെ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ തന്നെയാണ് അറിയുന്നത്. ഒരു ഡയറക്ടർ എന്നൊരു ആൾക്കാർ അറിയുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? അപ്പം അപ്പുറത്ത് വന്നിരിക്കുന്ന ഒരാൾ, അയാൾ ചിലപ്പം അയാളുടെ ബിസിനസ് അല്ലെ അയാളുടെ പല രീതിയിലും പല പൊസിഷൻസിലെത്തിയ ആൾക്കാരാണ് ബ്രോ. മനസ്സിലായില്ലേ? അവരെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഫിൽട്ടർ ചെയ്ത് എടുക്കുന്നത് ചാനലാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാനും പറയാം ബ്രോ, ഞാനൊരു പടം ചെയ്തിട്ടുണ്ട്,
അല്ല ഞാൻ ഈ പറയുന്ന പോലെ എന്നെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ അറിയാം എന്ന് പറയുന്നത് ബ്രോ അറ്റ് ദി എൻഡ് അവിടെ ഓഡിഷന് പോയി അവർ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ബ്രോ ഇതെല്ലാം. പിന്നെ എനിക്ക് 10,000 രൂപയാണ് ബ്രോ ഡെയിലി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഓണസ്റ്റ്ലി വന്ന് പറയല്ലേ, എനിക്ക് 10,000 രൂപയാണ് എനിക്ക് ഡെയിലി എൻ്റെ റെമ്യൂണറേഷൻ ആയിരുന്നു. ഇപ്പോൾ പല സ്ഥലത്തും നിങ്ങൾക്ക് കാണാം മറ്റേ ഇന്ന ആൾക്ക് 50,000 രൂപ ഇവിടെ ഇങ്ങനെ ബ്രോ, എനിക്ക് 10,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ ചെയ്തേക്കുന്ന വർക്കോ ഇത് വെച്ചോ ബ്രോ എനിക്കറിയത്തില്ല. എൻ്റെ അടുത്ത് ഞാൻ പോയി ഓഡിഷൻ ചെയ്തു, എൻ്റെ അടുത്ത് ഇതാണ് നിൻ്റെ ഇതെന്ന് പറഞ്ഞു. ഓക്കെ ആണോ ബ്രോ? ഞാൻ പറഞ്ഞു ഓക്കെ ഡൺ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്ത് പോയപ്പം ഞാൻ കാണുന്നുണ്ട് ബ്രോ, എനിക്കറിയാം അവിടെ ആൾക്കാരെ ഞാൻ വേണ്ടിയപ്പോൾ ഞാൻ മനസ്സിലാക്കി അവിടെ 20, 30, 40, 50 അതിന് മേലെ കിട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പം ഓക്കെ, അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ പുറത്തിറങ്ങി ഞാൻ പെട്ടെന്ന് എനിക്കൊരു സപ്പോർട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഞാൻ വന്ന് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ബ്രോ എന്നെ അവിടെ കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റിൽ ഞാൻ ആ പൈസയ്ക്ക് അഗ്രി ചെയ്തു ബ്രോ. എനിക്ക് തന്ന പൈസ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയി ഇതും കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ വളരെ തുച്ഛമായ ഇതിൽ നിന്ന് പറയുന്നത് തെറ്റാണ് ബ്രോ. അത് തെറ്റാണ്. അത് ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതാണ് ബ്രോ. അത് ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതാണ്. മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു റെമ്യൂണറേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ് ബ്രോ. മനസ്സിലായില്ലേ? നമ്മൾ ഈ അമൗണ്ടിൽ സമ്മതിച്ച് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിച്ചു ബ്രോ. അത് കഴിഞ്ഞു, നമ്മൾ അക്സെപ്റ്റ് ചെയ്താണ്. ആരും നമ്മളെ കഴുത്തിൽ പിടിച്ച് ബാ നീ ചെയ്യുന്നല്ല, വേണമെങ്കിൽ ഇതാണ് നിൻ്റെ അമൗണ്ട് എന്ന് പറഞ്ഞാണ് ബ്രോ. ഇതാണ് എനിക്ക് കിട്ടിയ അമൗണ്ട്. ഞാൻ വളരെ അത് ക്ലീൻ ആയിട്ട്, അത് ചാനലിൻ്റെയോ അല്ല ഇതിൻ്റെ ഇരുന്നോ അത് തെറ്റായിരിക്കാൻ ഞാനിങ്ങനെ വന്ന് പറയുന്നത്. പക്ഷേ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലിയർ സംതിങ്സ് ബ്രോ. സോ അതാണ് ബ്രോ. അപ്പം പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം മെയിനായിട്ട് നടക്കുന്ന ഇഷ്യൂ ഈ പറയുന്നത് സിബിൻ ഇങ്ങനെയാണ് അല്ലെ പുള്ളീനെ പുറത്താക്കി ബ്രോ. എനിക്കറിയത്തില്ല സത്യം പറയാണെങ്കിൽ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാം ബ്രോ. എൻ്റെ അമ്മ വീട്ടിൽ ഈ ഷോ കാണാറുണ്ട്. അപ്പം എൻ്റെ അമ്മ പറയുന്നത് സിബിൻ എന്ന് പറയുന്നൊരു വ്യക്തി വന്നതിന് പിന്നെയാണ് ഈ ഷോ കാണാൻ ഒരു രസമൊക്കെ ഉണ്ടായത്. അവർക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒരാളാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പുള്ളി പുറത്ത് പോകുന്നതിന് മുമ്പ് പുള്ളി പറയുന്ന പോലെ വളരെ മാനസികമായി പുള്ളിയോടെ നിന്ന് പറഞ്ഞാണ് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ബിഗ് ബോസ്, എനിക്ക് പറ്റുന്നില്ല, ഇതെന്നെക്കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി 1 or 2 times അവിടെ നിന്ന് പുള്ളിക്ക് ഒട്ടും പറ്റാത്ത രീതിയിലാണ് പുള്ളി എന്നിട്ട് അവസാനം അവിടെ നിന്ന് ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പം ബ്രോ ഇത് ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇതവിടെ പലരും പറഞ്ഞിട്ടുണ്ട് ബ്രോ പറ്റുന്നില്ല എന്ന് ബ്രോ. ബിക്കോസ് മെന്റലി ആ സിറ്റുവേഷനിലോട്ട് നമ്മൾ എത്തും. നിങ്ങൾ ഇവിടെ ഇരുന്ന് കാണുന്ന പോലെ അല്ല അവിടെ കാര്യങ്ങൾ. അത് മനസ്സിലാക്കുക. ഇപ്പം മറ്റേ കാർ കോടതി ഒരു മച്ചാനുണ്ടല്ലോ, പുള്ളി മറ്റേ ജഡ്ജ് ചെയ്യും. ഇങ്ങനെയെന്നും പറഞ്ഞ് ജഡ്ജ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ. അപ്പം അതേ പോയിട്ടുണ്ടല്ലോ, എന്താ സംഭവിക്കുന്നത്? മറ്റേ കാറ് മറ്റേ പോസായിട്ട് സ്റ്റോപ്പായിട്ട് അവിടെ നിന്നപ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതൊക്കെ ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി ഒന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതേ ചെക്കനിപ്പോൾ അവിടെ പോയി മറ്റേ നിക്കറയിലും പുള്ളി നടപ്പുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അതാണ് ബ്രോ, ഇവിടെ നിന്ന് കാണുന്ന പോലെ അല്ല കാര്യങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ പല മെന്റൽ ചാലഞ്ചസും ഉണ്ട് ബ്രോ, പല മെന്റൽ ചാലഞ്ചസും ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അവർ ഇമോഷണൽ ആകുമ്പോഴോ അല്ലെ അവർ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഇതും, മറ്റുള്ളവർ ഇമോഷണൽ ആകുമ്പോഴോ അല്ലെ നമ്മളതിന് വാല്യൂ കൊടുക്കത്തില്ലേ, അവൻ്റെ വേറെ അഭിനയാണ് ഇവൻ, അയ്യോ പാവം. മനസ്സിലായില്ലേ? നമ്മൾ കാണുന്നൊരു പെർസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ബ്രോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സിബിൻ്റെ കേസ് എനിക്ക് അറിയത്തില്ല ബ്രോ. പക്ഷെ ഞാൻ ഈ പോർഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളിക്ക് പറ്റാത്തൊരവസ്ഥയിലാണ് പുള്ളി ഡെഫിനറ്റ്ലി ഇങ്ങനെ പറഞ്ഞാൽ പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് അറിയത്തില്ല. ഇപ്പോൾ പറയുന്ന പുള്ളിക്ക് ഇങ്ങനെ മെഡിസിൻ കൊടുത്തു ഇത് ബ്രോ, ഐ ഹാവ് നോ ഐഡിയ. പക്ഷേ എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് കിട്ടിയ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്, അല്ലെ അവിടുത്തെ മെഡിക്കൽ ടീമിനെ കുറിച്ചാണ്. എനിക്ക് പല പ്രാവശ്യം എൻ്റെ ഫിസിയോയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു, അല്ലെ അവിടെ പലവർക്കും പല ഇഷ്യൂവും ടാസ്കിൻ്റെ ഇടയ്ക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നെ ഫൈനലി ലൈക്ക് 1.5 ആഴ്ച അവർ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ടാണ് ഫൈനലി അവിടെ നിന്ന് ഇത് ചെയ്യുന്നത്. അവരുടെ മെഡിക്കൽ ടീം എന്നെ എക്സലൻ്റ് ആയിട്ടാണ് അവരുടെ ഇത് ചെയ്ത് അവർ നോക്കിയത്. അവരുടെ ഇനിഷ്യലി ഞാൻ പോയി കഴിഞ്ഞപ്പോഴും എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് കഴിഞ്ഞ് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പിന്നെയും മാറ്റി അവർ ഡബിൾ സജഷനൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് അവർ ഡീൽ ചെയ്ത് ബ്രോ. അപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ എന്താ പറയുക, ഇതിൽ വളരെ ഡീസൻ്റ് ആയിട്ടാണ് അവരുടെ കാര്യങ്ങൾ അവർ ഡീൽ ചെയ്തത് ബ്രോ. അപ്പം റെസ്റ്റ് ഐ ഡു നോട്ട് നോ. സോ ഐ എം ലീവിങ് ദാറ്റ് യു. സോ പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇവൻ മറ്റേ ചാനലിൻ്റെ ആളാണ്, ഇവൻ മറ്റേ ചാനലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇവൻ വന്ന ബ്രോ. ലൈക്ക് ബോൾസ് ഡു ലൈക്ക് ബോൾസ് ബ്രോ. ഇപ്പം ചാനൽ ഇപ്പം അതായിരിക്കും ഇവനെയൊക്കെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന സാധനമായിരിക്കും ബ്രോ. എന്നെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ചാനൽ എന്നല്ല എന്നെ ഈ ഷോ ഭയങ്കരമായിട്ട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രോ എനിക്കിപ്പം ഏറ്റവും ബേസിക്കലി വന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു മത്സരാർത്ഥി ഇപ്രാവശ്യം ഒരു ഫിസിക്കൽ അസോൾട്ട് ഒരു പരിപാടി കഴിഞ്ഞിട്ട് പുള്ളിനെ 3 ആഴ്ച മാറ്റി നിർത്തിയിട്ട് പിന്നെ പുള്ളിനെ തിരിച്ചു കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? ജസ്റ്റ് ഷോയിൽ തുടങ്ങിയ ഒരു വ്യക്തി. ഞാൻ അവിടെ ഏകദേശം 80 days സംതിങ് ഞാൻ അവിടെ നിന്ന് ഞാൻ ഓൾറെഡി പ്രേക്ഷകരായിട്ടൊരു കണക്ഷനും ഉണ്ടാക്കി. ഞാൻ ഏകദേശം ഒരു 1.5 ആഴ്ച സംതിങ് ആണ് അവിടെ നിന്ന് മാറി നിന്നത്. എന്നിട്ട് ഞാൻ അവരെ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു ബ്രോ. ഞാൻ പറഞ്ഞു പ്ലീസ്, ലൈക്ക് എൻ്റെ ലൈഫിലെല്ലാം ഈ അവസാന നിമിഷം ഇങ്ങനെ വരുമ്പോൾ എൻ്റെ കയ്യിൽ പോവാണ്, പ്ലീസ് ബ്രോ എനിക്കൊരു
ഓപ്പർച്യൂണിറ്റി തരണം എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു. പക്ഷേ അത് അവരുടെ ഇതായിരുന്നു ബ്രോ, അത് അവരുടെ കോളായിരുന്നു. സോ അവർ ഞാൻ പറഞ്ഞല്ലോ, അവർ എന്നെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എല്ലാവരും ഭംഗിയായിട്ട് നോക്കി. അവസാനം ഇങ്ങനെ ഒരു സാധനം സ്പ്രെഡ് വരും അല്ല അങ്ങനെ വരും എന്ന് പറയുമ്പം അവർ കുറച്ച് സമയം നോക്കി. അത് കഴിഞ്ഞിട്ട് ദേ ജസ്റ്റ് ടുക്ക് ദ കോൾ ടു ടേക്ക് മീ ഔട്ട് ഓഫ് ദ ഷോ ബ്രോ. പക്ഷേ നിങ്ങൾ കണ്ടതാണ്, ഞാൻ അതിൻ്റെ ആ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഞാൻ വന്നിങ്ങനെ സംസാരിച്ചു. അതിൻ്റെ നേരെ തൊട്ട് ദിവസം എൻ്റെ ഫ്രണ്ടും, ഞാൻ ലൈവിൽ വന്നായിരുന്നു, എൻ്റെ ഫ്രണ്ട് റൂമിലുണ്ട്, ഞാൻ തിരിച്ച് ബാംഗ്ലൂർ എത്തി. അപ്പോൾ എന്നെ ശരിക്കും അപ്പം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എന്നെ തിരിച്ച് ഷോയിൽ കയറ്റാറുണ്ടല്ലോ ബ്രോ. എനിക്ക് ഓൾറെഡി ഓഡിയൻസ് ആയിട്ടൊരു കണക്ഷനുണ്ട്, ചില ആൾക്കാരെങ്കിലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നെ തിരിച്ച് ഷോയിൽ കയറ്റിയാൽ പറയാം. അപ്പോൾ എങ്ങനെയാണ് എന്നെ കയറ്റാതെ ഇപ്രാവശ്യം ഒരു വ്യക്തി 3 ആഴ്ച മാറി നിന്നിട്ട് അയാളെ കയറ്റുന്നത് എന്നെനിക്ക് ചോദിക്കാമല്ലോ ബ്രോ. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ചില കാര്യങ്ങൾ നമുക്കൊരു നന്ദിയൊക്കെ ഉള്ളത് നല്ലതാണ് ബ്രോ, മനസ്സിലായില്ലേ? അപ്പം ഞാനെന്ന വ്യക്തി അവിടെ പോയത്, ഓണസ്റ്റ്ലി ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാം, ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ കുറച്ച് കാശ് കിട്ടാനും ഞാൻ കുറച്ച് ആളറിയാനും ഒരു 30-40 ദിവസം എനിക്ക് ഒട്ടും മെൻ്റലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഷോ ആണത്. പണ്ടും വിളിച്ചിട്ടുണ്ട്. ഞാൻ പോയത്, ഞാൻ നോക്കുമ്പോൾ ഒരു 10,000 രൂപ ഒരു ദിവസം കിട്ടി, ഒരു 40 ദിവസം അല്ല 30 ദിവസം ഇത്രയും കിട്ടി, എനിക്കൊരു 3-4 ലക്ഷം രൂപ എൻ്റെ കൈ കിട്ടും ബ്രോ. അതിന് വേണ്ടിയാണ് ഞാൻ പോയത്. പിന്നെ കുറച്ച് ആൾക്കാർ അറിയാറ്. അപ്പം അത് പക്ഷേ അവിടെ ചെന്നിട്ട് അത് വേറെ എന്തോ ആയി മാറി, എന്നെ ആൾക്കാർ വോട്ട് ചെയ്തു. ഞാൻ അവിടെ ഫ്രണ്ടിലോട്ട് ഞാൻ പോയി ബ്രോ. അപ്പം ഞാൻ അവിടെ അങ്ങനെ ഒരു പൊസിഷനിലെത്തി. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ബ്രോ, ഇത് ഞാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഇവിടെ വരെ എത്തി. അപ്പം മേ ബി ഇതിൻ്റെ എൻഡ് ഇങ്ങനെ ആയിരിക്കാം. ഫൈൻ മാൻ, ലൈക്ക് കുഴപ്പമൊന്നുമില്ല. ലൈക്ക് ഞാൻ ഞാൻ പീസ്ഫുൾ ആണ് ബ്രോ, ഫൈൻ. പക്ഷേ എനിക്കിപ്പോൾ പറയാം അല്ലേ, ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ചാനലിൽ ഇതാണെങ്കിൽ എനിക്ക് 100% എനിക്ക് വന്ന് പറയാൻ ബ്രോ. എൻ്റെ അടുത്ത് എന്താണ് ചെയ്ത കാര്യം ഒരു ഫെയർ ആണോ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ ബ്രോ. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് അവരാണ് ബ്രോ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. പിന്നെ ഈ പറയുന്ന പോലെ എന്താണ് അടുത്ത മേ ബി വരാൻ പോകുന്നൊരു ഇവൻ മറ്റേ ബിഗ് ബോസിൻ്റെ സീസൺ തുടങ്ങിയപ്പം ഇപ്രാവശ്യത്തെ ഇതിൽ സീസൺ 6 ഇവൻ വന്ന് പെർഫോം ചെയ്തു. ഇവനെ ചാനലിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട് ബ്രോ. അതിലൊന്നും ഒരു തേങ്ങയില്ല. എന്നെ ഇപ്പോൾ ഈ പലരും വന്ന് പറഞ്ഞല്ലോ അവർക്ക് കോൺട്രാക്റ്റ് ഉണ്ട്, അവർക്ക് ഇങ്ങനെ കാര്യങ്ങളുണ്ട് ബ്രോ. അങ്ങനെ ഒരു കോൺട്രാക്റ്റ് എനിക്കുണ്ട്. എൻ്റെ അടുത്ത് അവർ പറഞ്ഞു, ഓക്കെ ഇങ്ങനെ സീസൺ തുടങ്ങുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊരു പാട്ട് റിമോഷൻ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ ചെയ്യാം. ഞാൻ എൻ്റെ കോൺട്രാക്റ്റിൻ്റെ ബേസിൽ അവർക്കൊരു പാട്ട് ചെയ്തു. ഞാൻ എൻ്റെ റെമ്യൂണറേഷൻ ഞാൻ അവരോട് പറഞ്ഞു. അവരത് ഡീസൻ്റായിട്ട് എന്നെ സെറ്റിലും ചെയ്തു കഴിഞ്ഞു. സോ അത് കാരണമാണ് അവരെന്നെ അവിടെ വിളിച്ചേക്കുന്നത്, മനസ്സിലായില്ല? അതിനാണ് അവരെന്നെ വിളിച്ചത്. അല്ലാതെ എന്നെ ഇപ്പം മറ്റേ താലോട്ടി അല്ല ഏഷ്യനെറ്റിൻ്റെ എൻ്റെ അപ്പൻ്റെ പേര് ജോർജ് എന്നാണ് പറഞ്ഞു, ശ്രീ മാധവൻ എന്നൊന്നുമല്ല, മനസ്സിലായില്ലേ? ഏഷ്യനെറ്റ് എൻ്റെ ഒരു ഇതോ ഒന്നുമല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ പലരും ഇങ്ങനെ ജസ്റ്റ് ഇപ്പം ഞാൻ പറയുന്നതാണ്. ഇപ്പം ഞാനിങ്ങനെ വന്ന് പറയുമ്പോഴും ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും, ഇനി ഇവനിങ്ങനെ ഇറക്കി വിട്ടാണ്. ഒന്നുമില്ല ബ്രോ. ഞാനിങ്ങനെ വന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയുമ്പോൾ എനിക്ക് 100% അറിയാം. എനിക്ക് ചാനലായിട്ടുള്ള ബന്ധവും ഇതൊരു നെഗറ്റീവ് ഷെയ്ഡിലായിട്ടാണ് പോകാൻ പോകുന്നുള്ളൂ. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് വന്ന് ക്ലിയർ ചെയ്യണമെന്നുള്ളൊരു ഇത് എനിക്ക് സ്ട്രോങ് ആയിട്ടും സ്ട്രിക്റ്റ് ആയിട്ടും എനിക്കുണ്ടായിരുന്നു ബ്രോ. സോ ദാറ്റ്സ് വൈ ഐ എം സേയിങ് ഇറ്റ്. അപ്പം എനിക്ക് ഓൺ ദി ഓവറോൾ ബ്രോ, എനിക്കിതിൽ അഖിൽ ബ്രോ പറയുന്ന കാര്യങ്ങളിലോ അല്ലെ മൊത്തത്തിൽ എനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, അപ്പം ഇവിടെ മീഡിയ, സ്പോർട്സ് അല്ലെ എൻ്റർടൈൻമെൻറ്റ്, ഇതിൻ്റെ എല്ലാം തലപ്പത്ത് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു പവറുണ്ട്. ആൻഡ് ദാറ്റ്സ് പോളിറ്റിക്സ്, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ ഞാൻ ക്ലീനായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഒരു ഇൻ ടൈം എനിക്കറിയത്തില്ല ഇപ്പം അഖിൽ ബ്രോ പോയി ഇനിയൊരു സിനിമ ചെയ്യോ എന്നൊന്നും എനിക്കറിയത്തില്ല ബ്രോ. പക്ഷെ എനിക്ക് 100% ഷുവറാണ് അഖിൽ ബ്രോ ഇൻ ടൈം ഇലക്ഷന് നിൽക്കും ഏതെങ്കിലും ഒരു സമയത്ത്. അത് ഡെഫിനറ്റ്ലി ഇതേപോലെ വന്ന് നിന്ന് പറയും, സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഇമോഷൻ അനുസരിച്ച് അല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു വോയിസ് ആയിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഞാൻ ഇത്രയും വലിയൊരു എൻ്റർപ്രൈസിനെതിരെ ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്, ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് 100% പുള്ളി പറയും, മനസ്സിലായില്ലേ? അതിൻ്റെ ആ ഇമോഷൻ. അപ്പം നമ്മൾ നോക്കുമ്പോൾ വാവ് ശരിയാണ്, ഏഷ്യനെറ്റിനെതിരെ പുള്ളി കംപ്ലീറ്റ്ലി പോയി. അല്ലെ പുള്ളി ഇപ്പോൾ പറഞ്ഞല്ലോ എൻ്റെ സിനിമാ ബന്ധങ്ങളൊക്കെ ഇതിലുള്ള തകരും എന്നൊക്കെ പുള്ളി പറഞ്ഞല്ലോ. ബ്രോ, ഒരു ചാനൽ അല്ലെങ്കിൽ വേറെ 10 ചാനലുണ്ട് നമ്മുടെ ഒരു സിനിമ വിൽക്കാൻ അല്ലെ ബിസിനസ് ചെയ്യാൻ, മനസ്സിലായില്ല? പിന്നെ സിനിമ നല്ലതാണെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രി തന്നെ ഈ പറയുന്ന റിലേഷൻഷിപ്പ് ഒന്നുമല്ല, ഹിറ്റും കാശുമാണ് ബ്രോ, മനസ്സിലായില്ലേ? നല്ല കണ്ടന്റ് കൊടുത്താൽ കാശ് കിട്ടും, അത് ഏത് ചാനലാണെങ്കിലും. അപ്പം സോ ഈ പറയുന്ന ഇങ്ങനെ ഒരു ജയൻറ്റിൻ്റെ കൂടെ ഇതുവരെ ഞാൻ എതിർത്ത് നിന്നു നിങ്ങൾക്ക് വേണ്ടി എന്നും പറഞ്ഞൊരു ഗുഡ് വിൽ ഉണ്ടാക്കി എല്ലാവരും മറ്റേ വാഴ്ത്തിപ്പാടി വാ അമ്മ എന്ന് പറയുന്നൊരു സാധനമാണ് അഖിൽ ബ്രോ ഒരു വണ്ടർഫുൾ പൊളിറ്റിക്കൽ പരിപാടിയായിട്ട് ചെയ്യുന്നത്. വിച്ച് ഇസ് അമേസിങ് മാൻ. ബിക്കോസ് ഇങ്ങനെ പൊളിറ്റിക്സ് അല്ല ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്ത് അല്ലെ ഈ രീതിയിൽ പ്ലേ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഇപ്പം അഖിൽ ബ്രോ എന്ന് മറ്റേ ഞാനിത് കണ്ടു, എന്താണ്
അവിടെ എല്ലാവരും മിഥുനെ തള്ളിപ്പറഞ്ഞപ്പോൾ, മിഥുൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഞാൻ അവിടെ മാറോട് ചേർത്ത് ഞാൻ അവനെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞു. എവിടെ ബ്രോ, എവിടെ? ലാലേട്ടൻ ഏറ്റവും ഇനിഷ്യലി വന്ന് മിഥുൻ്റെ ഇഷ്യൂവിൽ ലാലേട്ടൻ സംസാരിച്ച്, ലാലേട്ടൻ മിഥുൻ കയറി നിന്ന് പിന്നെ കറങ്ങി ഇങ്ങനെ വീഴുന്ന ഒരു സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് മിഥുൻ്റെ സൈഡിൽ അയാളതെ ഇങ്ങനെ തോളോട് മറ്റേ അവിടെ നിർത്തി അയാളോട് ഓക്കെ ആണെന്ന് പറഞ്ഞ വ്യക്തി ഞാനാണ് ബ്രോ, ഞാനാണ്. ആൻഡ് ഞാൻ മാത്രമല്ല, അവിടെ അഖിൽ ബ്രോയുടെ അടുത്ത് അത് കഴിഞ്ഞപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിച്ചു, അഖിൽ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ചോദിച്ചപ്പം അഖിൽ ബ്രോ എണീറ്റ് പറഞ്ഞു, എനിക്കിത് പണ്ടേ ഒരു കഥ പോലെയൊക്കെ ഫീൽ ചെയ്തിരുന്നത് സാറെന്ന് പറയും. അപ്പം എണീറ്റ് നിന്ന് പുള്ളി അപ്പം തന്നെ പ്ലേറ്റ് മാറ്റി. ഇതേ പുള്ളിയാണ് നേരത്തെ മിഥുൻ്റെ അടുത്ത് ഇതിനെ വെച്ചൊരു സിനിമ ഉണ്ടാക്കണം, ഇത് നല്ലൊരു കഥയാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന സെയിം ആളാണത്, മനസ്സിലായില്ലേ? ഇതുപോലെ ഞാനും പറഞ്ഞിട്ടുണ്ട് അയാളുടെ അടുത്ത്, ബ്രോ നല്ല ഒരു സിനിമയ്ക്കുള്ള പരിപാടി ഉണ്ടാക്കണമെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന നേരെ ഒരു ഇപ്പം ആൻഡ് സോ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് പുള്ളി അങ്ങനെ പറഞ്ഞ് ബ്രോ അഖിൽ ബ്രോ എന്നല്ല, അവിടെ ആ ഹൗസിലുള്ള എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അത് അവിടുത്തെ ആൾക്കാരുടെ ക്വാളിറ്റിയാണ് ബ്രോ. എല്ലാവരും ആരും പുള്ളിനെ എവിക്ഷനും ഒന്നും പറഞ്ഞില്ല, ബിക്കോസ് എല്ലാവരും ആ ക്വാളിറ്റിയാണ്. പിന്നെ അയാൾ അത്രയും ഡീപ്പായിട്ട് വിശ്വസിച്ചൊരു കാര്യമാണ്. അപ്പം അങ്ങനെ എല്ലാവരും ചേർത്ത് നിർത്തി. പക്ഷേ അത് കഴിഞ്ഞിട്ട് മിഥുൻ ഹൗസിൽ നിന്ന് പുറത്ത് പോയിട്ട് പിന്നെ തിരിച്ചു വന്നപ്പം മിഥുന് മനസ്സിലായി അഖിൽ ബ്രോനോട് പുറത്ത് ഭയങ്കര സപ്പോർട്ടുണ്ട്, പുള്ളി പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. പുള്ളി നേരെ വന്ന് അഖിൽ ബ്രോയുടെ കാലിലോട്ടങ്ങ് വീണു. ഇങ്ങനെയാണ് അഖിൽ ബ്രോ, ഇങ്ങനെ ഒന്നും കൂടി വന്ന് പറയണം, ജനങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അഖിൽ ബ്രോ എന്ന് പറഞ്ഞു, അതെ സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം പലരും മറ്റേ ഹൗസിൽ റീ എൻട്രി നടത്തുന്ന സമയം അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുള്ളിക്ക് അവിടെ ഭയങ്കര സപ്പോർട്ടായിട്ട് ഒരു ഇതുണ്ടെന്ന്. എന്നിട്ട് പുള്ളി, ഞാനപ്പോൾ ആ ഷോയിലില്ല, പുള്ളി നൈസായിട്ട് എൻ്റെ തലക്കിട്ട് വിട്ട്, എന്താണ് മിഥുൻ ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത് ഞാനാണ് എന്നൊക്കെ പുള്ളി അവിടെ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കഥ പഠിപ്പിച്ചു കൊടുത്ത് പുള്ളിയുടെ ആളെ രക്ഷിക്കാൻ എൻ്റെ തലയിൽ ഈ സാധനം പുള്ളി എടുത്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം സി all of this is pure politics, man. See, double stands come from, ഇങ്ങനത്തെ ഒരു ഇതിലാണ്. ഇപ്പം ഞാൻ പഴയ കാര്യങ്ങൾ എടുത്തിട്ട് ഇത് ചെയ്യാനൊന്നുമല്ല വരുന്നത്. അവിടെ അഖിൽ ബ്രോ പലപ്പോഴും ഞാൻ ഇറങ്ങിയ എപ്പിസോഡ് നിങ്ങൾ കാണുവാണെങ്കിൽ അഖിൽ ബ്രോ എൻ്റെ അടുത്ത് ബായ് പറയുമ്പോൾ അഖിൽ ബ്രോ പറയുന്നുണ്ട്, റിനോഷ് നീ നല്ലൊരു ഫൈറ്ററായിരുന്നു, നീ എനിക്ക് നല്ലൊരു എതിരാളിയായിരുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന അഖിൽ ബ്രോ പുറത്തിറങ്ങി പുള്ളിക്കൊരു ഫാൻ ബേസും പുള്ളിക്കൊരു ഇതുണ്ടായി എന്ന് പുള്ളി മനസ്സിലാക്കി കഴിഞ്ഞു. പുള്ളി നേരെ പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പം പുള്ളി പറഞ്ഞു, റിനോഷ് ഒരിക്കലും ഒരു നല്ല മത്സരാർത്ഥിയല്ല, ഒരു പുള്ളി ഇതല്ല. എന്നിട്ട് പുള്ളി വന്ന് പറഞ്ഞു, റിനോഷ് പലപ്പോഴും ഇമോഷണൽ ആവും, ചിലപ്പോൾ തെറി പറയും, ചിലപ്പോൾ ഇങ്ങനെ ചെയ്യും. ബ്രോ ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടില്ലേ? ഇവിടെ ഏറ്റവും കൂടുതൽ ഞാൻ ആരെയും മറ്റൊരു സാധനം പലയിടത്ത് ഇങ്ങനെ അടിക്കാൻ പോകുമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടൊന്നുമില്ല ബ്രോ. ഇമോഷണൽ ആയിട്ടുണ്ട്, മനുഷ്യനാണ്, ഡെഫിനറ്റ്ലി ചെയ്തിട്ടുണ്ട്. പക്ഷേ അയാളത് ചെയ്യുന്നു, ഞാനത് ചെയ്യുന്നില്ല ബ്രോ. സോ ഓൾ ഓഫ് ദിസ് ഇസ് ഡബിൾ സ്റ്റാൻഡ്. ആൻഡ് ആ ഡബിൾ സ്റ്റാൻഡ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഇവിടെ വന്നല്ല, ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റിക്ക് ടു വൺ സ്റ്റാൻഡ് മിസ്റ്റർ അഖിൽ മാരാണെന്ന്. അപ്പം പുള്ളി ഇപ്പം ചെയ്യാൻ നോക്കുന്നതും ഈ ഒരു സെയിം ഒരു പാറ്റേണിലെ പരിപാടിയാണെന്നാണ് ഐ ഡോണ്ട് നോ, പക്ഷേ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഇതിനെ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ബ്രോ ഞാൻ വന്ന് പറയുന്നത്. അപ്പം പിന്നെ എനിക്കറിയാം ലൈക്ക് ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പം തിര ഇങ്ങോട്ടാണ് അടിക്കുന്നത്, മനസ്സിലായില്ലേ? തിര മൊത്തം ഇങ്ങോട്ട് അടിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ ഷോ അത്രയ്ക്ക് ഇഷ്ടമല്ല, എനിക്കറിയാം. തിര ഇങ്ങോട്ടാണ് അടിക്കുന്നത്. അവിടെ ഉള്ള ചില വ്യക്തികളെ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, തിര ഇങ്ങോട്ടാണ് അടിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അതേപോലെ ഇപ്പം സിബിൻ്റെ കേസായിട്ടായിക്കോട്ടെ, അല്ല ഇപ്പം ഈ ഇമോഷണലി ചാനലിനെതിരെ പോകുന്ന ഒരു കേസായിക്കോട്ടെ, എല്ലാ സൈഡിലും തിര ഇങ്ങോട്ട് അടിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് അതിലോട്ടൊരു ബോട്ടും കൊണ്ടുവന്നിട്ടിട്ട് ഞാനാണ് ഈ തിരയുടെ രാജാവ്, ഞാനാണ് ഈ വേവ്സിനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള രീതിയിൽ പെട്ടെന്ന് വന്ന് ആ ഇമോഷൻ്റെ മേത്ത് കയറി ആ ഇമോഷനെ പുള്ളിയുടേതാക്കി, അല്ല പുള്ളി അതിലൊരു നേതാവായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നതല്ല, ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്കറിയാം 101% ഞാനിപ്പോൾ ഈ പറയുന്നതിന് ഒരുപാട് തെറിയും കേൾക്കും. ആൾക്കാർ പറയും ഇവൻ എന്തിനാണ് വാങ്ങാനാണ്, ഇവൻ ഇങ്ങനെയാണ് ചാനൽ മാറ്റാൻ പറഞ്ഞാൽ ബ്രോ എന്ത് തേങ്ങ ആണെങ്കിലും പറഞ്ഞു. എനിക്ക് ഓപ്പണായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞാലും ബ്രോ, അതെൻ്റെ അപ്പനല്ല എൻ്റെ അമ്മയല്ല, ഞാൻ വന്ന് പറയും ബ്രോ, എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ വന്ന് പറയുന്നത്. ആൻഡ് അഗൈൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് പിന്നെയും ദാറ്റ് ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞല്ലോ ഇങ്ങനത്തെ സെക്സ്വലോ അല്ല ഇങ്ങനത്തെ ഫേവേഴ്സോ അല്ല അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% അത് തെറ്റാണ്. നിങ്ങൾക്കത് അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം പ്ലീസ് നിങ്ങൾ പ്രൂഫോടെ വരുമോ, ബിക്കോസ് അതിലാണ് എന്തെങ്കിലും സെർട്ടനിറ്റി ഉള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ പുള്ളി അവിടെ നിന്ന് അങ്ങ് ജഡ്ജ് ചെയ്തു, ഏതോ ഒരു സ്ത്രീ അവിടെ വന്നിട്ട് എന്താണ് സുഖിപ്പിച്ചാണ് ഇത്ര ഉണ്ടാക്കിയെന്ന് പുള്ളിയുടെ ഒരു ഇതിൽ പുള്ളി അങ്ങ് ജഡ്ജ് ചെയ്തു. അപ്പോൾ അതേപോലത്തെ നിങ്ങളുടെ ഒരു ജഡ്ജ്മെന്റ് അല്ല എന്ന് ആർക്കറിയാം. പിന്നെ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടായിരുന്നു നിങ്ങൾ കൊടുത്തത്. അപ്പം നിങ്ങളത് ഈ പറയുന്നുണ്ട് ഇന്ന വ്യക്തിയെ ഇങ്ങനെ ഷോയിൽ ലാലേട്ടൻ വഴക്ക് പറഞ്ഞില്ല, നിങ്ങൾ പേരെടുത്തൊരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ സൂചിപ്പിക്കുന്നു അല്ല ഇങ്ങനെ ഇതാവുന്നു എന്ന് നിങ്ങൾ ആ വ്യക്തിനെയാണോ ഉദ്ദേശിക്കുന്നത് അല്ല വേറെ ആരെങ്കിലും ആണോ? അപ്പോൾ ഇതിനൊരു കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊരു സാധനം തരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ 100% ബ്രോ എവറിബഡി വിൽ സപ്പോർട്ട് ഇറ്റ്.
മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ബ്രോ. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് 1 ലക്ഷം 2-3 ലക്ഷം വാങ്ങിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളും അല്ലെ ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും പറയാം. പക്ഷെ അത് പ്രൂഫ് ഇല്ലാത്ത സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഷോയിൽ ഇതിന് മുന്നേ വന്നേക്കുന്ന വ്യക്തികളും എല്ലാവരും നിങ്ങൾക്ക് അവിടെ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ ഇവരുടെ ലൈഫ്സാണ് അവിടെ എഫക്റ്റ് ആവുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതിൻ്റെ ഒരു കുറച്ചൊരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ ബ്രോ വളരെ അടിപൊളിയായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളൊരു കിടിലം പൊളിറ്റീഷ്യനാണ് ബ്രോ. ഇൻ ടൈം ഐ ഹോപ്പ് മറ്റേ സ്റ്റേറ്റ് കാറിൽ മറ്റേ എന്നിട്ട് ഒന്ന് പറഞ്ഞ് നിങ്ങൾ പോയി അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷൻ വരട്ടെ 100% ആയിട്ട്. ആൻഡ് അങ്ങനെ വരുമ്പോൾ എനിക്കും പറയാലോ, എനിക്കറിയാവുന്ന പുള്ളിനെ എന്നൊക്കെ എനിക്കും പറയാലോ ബ്രോ. സോ യു ആർ ബ്രില്യൻറ്റ്. ഐ സല്യൂട്ട് യു ഫോർ യുവർ ബ്രില്യൻസ്. അപ്പം ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം 100% എനിക്കറിയാം നിങ്ങളെല്ലാവരും എന്നെ തെറി പറഞ്ഞ് ഇപ്പം പൊങ്കാലിട്ട് അങ്ങ് തീർക്കുന്നു. എനിക്കൊരു തേങ്ങയില്ല ബ്രോ. എന്തുകൊണ്ടും പറഞ്ഞു. എൻ്റെ വീട്ടുകാരൊന്നും പറയാൻ മറക്കണ്ട. പീസ് ഔട്ട്.